ടീച്ചേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടറ്റ് 2025, അതായത് ജൂണിൽ നടന്ന കേട്ടറ്റ് എക്സാം, അതായത് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിൻ്റെ കേട്ടറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ അടുത്ത എക്സാമിന് വരണം എന്നതില്ല, അതിൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്തിനു വരിക, എക്സാമിന് വരിക. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ട് ആ ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണോ നമുക്ക് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിസ്റ്റിങ്ക്യൂഷസ് കെമിക്കൽ ചേഞ്ചസ് ഫ്രം ഫിസിക്കൽ ചേഞ്ചസ്? ഓപ്ഷൻസ്: ചേഞ്ച് ഇൻ കളർ, ചേഞ്ച് ഇൻ സ്റ്റേറ്റ്, ചേഞ്ച് ഇൻ കെമിക്കൽ കോമ്പോസിഷൻ, ചേഞ്ച് ഇൻ ഡെൻസിറ്റി. അപ്പോൾ ഇത് വന്നത് എന്താണ്, നമ്മളുടെ ടോപ്പിക്കായ കെമിക്കൽ ചേഞ്ചസ്, ഫിസിക്കൽ ചേഞ്ചസ് അല്ലേ, ഭൗതിക മാറ്റങ്ങളും രാസമാറ്റങ്ങളും എന്നുള്ള ടോപ്പിക് എന്നാണ്. അപ്പോൾ നമുക്കറിയാലേ ഭൗതിക മാറ്റങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്, ഒരു താൽക്കാലികമായൊരു മാറ്റം മാത്രമാണ് എന്ത് ഭൗതിക മാറ്റം എന്ന് പറയുന്നത്. അതായത് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായ മാത്രം മാറ്റമാണ് അല്ലേ. നമുക്കറിയാം ഐസ് വെള്ളമാകുന്നു, വെള്ളം വിരിച്ച് നീരാവി ആവുന്നു, ഇതൊക്കെ നമുക്ക് എന്താണ് ഫിസിക്കൽ ചേഞ്ചിന്റെ എക്സാമ്പിൾ പറയുന്നതാണ് അല്ലേ. മെഴുകു ഉരുകുന്നു, അതൊക്കെ എന്താണ് ഫിസിക്കൽ ചേഞ്ചാണ്. അപ്പോൾ ഒരു താൽക്കാലികമായിട്ടുള്ളൊരു മാറ്റം മാത്രമേ ഉള്ളൂ. അതിൽ എന്താ സംഭവിക്കുന്നത്, ആകൃതിയോ കളറോ അതേപോലത്തെ കാര്യങ്ങളാണ് അതിൽ എന്താണ് മാറ്റം സംഭവിക്കുന്നത്. ഒരിക്കലും അവിടെ എന്തുണ്ടാവുന്നില്ല, ഒരു പുതിയൊരു വസ്തു അവിടെ ഫോം ചെയ്യുന്നില്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് പുതിയ വസ്തുക്കൾ ഉണ്ടാകുന്നില്ല, പകരം എന്താ സംഭവിക്കുന്നത്, അവിടെ തന്മാത്രയിൽ, അതായത് മോളിക്കുലാർ അറേഞ്ച്മെന്റ്, തന്മാത്രയിലെ ക്രമീകരണത്തിൽ മാത്രമാണ് എന്തുണ്ടാവുന്നത്, വ്യത്യാസം ഉണ്ടാവുന്നത് ഫിസിക്കൽ ചേഞ്ചസിൽ. നേരെ മറിച്ച് കെമിക്കൽ ചേഞ്ച്, അതായത് രാസമാറ്റങ്ങളാണെങ്കിൽ അവിടെ എന്തുണ്ടാവുന്നുണ്ട്, പുതിയ വസ്തുക്കൾ ഉണ്ടാവുന്നുണ്ട്. അതായത് ഒരു വസ്തു പൂർണ്ണമായിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്, വേറൊരു വസ്തുവായിട്ട് മാറുന്നുണ്ട്. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, വിറക് കത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എന്താണ് കരിയല്ലേ കിട്ടുന്നത്, അത് വിറകായിട്ട് ഒരു ബന്ധമില്ല. അപ്പൊ നമുക്കൊരു പുതിയ വസ്തുക്കളാണ് എന്ത് പറയുന്നത്, അവിടെ കെമിക്കൽ ചേഞ്ചസിൽ, അതായത് രാസമാറ്റങ്ങളിൽ നമുക്ക് ഉണ്ടാകുന്നത് പൂർണ്ണമായിട്ടും ഒരു വസ്തു എന്തായിട്ട് മാറുന്നു, വേറൊരു വസ്തുവായിട്ട് മാറുന്നതാണ് എവിടെ കാണുന്നത്, കെമിക്കൽ ചേഞ്ചസിൽ കാണുന്നത്. അപ്പൊ നമ്മളോട് ഒരു ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ഡിസ്റ്റിങ്ക്യൂഷസ് കെമിക്കൽ ചേഞ്ചസ് ഫ്രം ഫിസിക്കൽ ചേഞ്ച് അല്ലേ. ഫിസിക്കൽ ചേഞ്ച് എന്ന്, അതായത് കെമിക്കൽ ചേഞ്ച്, ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് ചോദിച്ചത്. ചേഞ്ച് ഇൻ കളർ അതെവിടെയാ, ഫിസിക്കൽ ചേഞ്ചിലാണ്. ചേഞ്ച് ഇൻ സ്റ്റേറ്റ് എവിടെയാണ്, ഫിസിക്കൽ ചേഞ്ചിലാണ്. ചേഞ്ച് ഇൻ ഡെൻസിറ്റി എന്താണ്, ഫിസിക്കൽ സ്റ്റേറ്റിലാണ് അല്ലേ. ചേഞ്ച് ഇൻ കളർ വ്യത്യാസപ്പെടാം. ചേഞ്ച് ഇൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവസ്ഥകൾ മാറല്ലേ, ഒന്നുകിൽ അത് സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, ഗ്യാസ് ആവാം. ചേഞ്ച് ഇൻ ഡെൻസിറ്റി, അതിൻ്റെ അളവിൽ എന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. പക്ഷേ കെമിക്കൽ കോമ്പോസിഷനിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് വീണ്ടും എന്തായിട്ട് മാറി, ഒരു പുതിയൊരു പദാർത്ഥമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ സി, ചേഞ്ച് ഇൻ കെമിക്കൽ കോമ്പോസിഷൻ. അപ്പോൾ ഇത് വന്നത് ഏത് കാറ്റഗറിയിലാണ്, ഫിസിക്കൽ ചേഞ്ചസും കെമിക്കൽ ചേഞ്ചസ് എന്നുള്ള കാറ്റഗറിയിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വരാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമ്മുടെ എന്താണ്, മെഴുകുതിരി കത്തുന്നത്, അതേപോലെ മെഴുകു ഉരുകുന്നത്, പിന്നെ വിറക് കത്തുന്നത്, ഇതൊക്കെ എന്താണ് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് എപ്പോഴും നമ്മുടെ എക്സാമിന്, അതായത് കേട്ടറ്റിൻ്റെ എക്സാമിന് എപ്പോഴും ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ വിച്ച് ആർ ദ എക്സാമ്പിൾസ് ഓഫ് കെമിക്കൽ ചേഞ്ച്, അല്ലെങ്കിൽ താഴെ 3 കെമിക്കൽ ചേഞ്ച് തരും, ഒരു ഫിസിക്കൽ ചേഞ്ച് തരും എന്ന് നമ്മളോട് അതിലെ എക്സാമ്പിൾ ഏതാണ് എഴുതാൻ പറയുന്നതാണ് നമ്മളോട് തരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ എന്താലോചിക്കണം, എന്താണ് ഫിസിക്കൽ ചേഞ്ച്, എന്താണ് കെമിക്കൽ ചേഞ്ച് നല്ലോണം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ ക്വസ്റ്റ്യന് ആൻസർ എഴുതാൻ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ക്യാരക്ടറൈസസ് ദ സ്ട്രക്ചർ ഓഫ് അയോണിക് കോമ്പൗണ്ട് അല്ലേ. അയോണിക് കോമ്പൗണ്ടിന്റെ ക്യാരക്ടറൈസിന്റെ സ്ട്രക്ചറിന് എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്താ, ഷെയർഡ് ഇലക്ട്രോൺ, നെക്സ്റ്റ് കേർണൽ ഇലക്ട്രോൺ ഇന്ററാക്ഷൻ, നെക്സ്റ്റ് മോളിക്കുലാർ ലാറ്റസ്, നെക്സ്റ്റ് എന്താണ് അയോണിക് ലാറ്റസ് അല്ലേ. നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിച്ചതാണ് എന്ത്, അയോണിക് ബോണ്ട് അല്ലേ. എന്തായിരുന്നു അയോണിക് ബോണ്ട് എന്ന് വെച്ചാൽ നമ്മളൊരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് എപ്പോഴും പറയുന്നതാണ് എന്ത്, സോഡിയം ക്ലോറൈഡ് അല്ലേ. സോഡിയം ക്ലോറൈഡ് അല്ലേ, സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാ, 11 ആണ്. വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 281. ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാ, 17 ആണ്. വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 287. അവിടെ എന്താ സംഭവിക്കുന്നത്, അയോണിക് ബോണ്ട് ഇറ്റ് ഈസ് ഫൗണ്ട് ബിറ്റ്വീൻ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ അല്ലേ. അപ്പോൾ നോക്കൂ, ഇവിടെ നമുക്ക് സോഡിയത്തിനെ കാണാൻ തന്നെ മനസ്സിലാവും അല്ലേ. സോഡിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ആ 1 ഇലക്ട്രോൺ എവിടേക്ക് പോകുന്നു, ക്ലോറിനിലേക്ക് പോകുന്നു. സോ ഇറ്റ് വിൽ ബി 28 ആവും. ഇവിടെ എന്തായിട്ട് വരും, ആ 1 ഇലക്ട്രോൺ ക്ലോറിൻ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ, ഓൾറെഡി ഇവിടെ ക്ലോറിന്റെ ഔട്ടർ മോസ്റ്റിൽ എന്തുണ്ട്, 8 ഇലക്ട്രോൺ ഉണ്ട്. പിന്നെ 7 എന്നുള്ളത് നമ്മൾ എന്താക്കുന്നു, 8 ആക്കുന്നു. ആ 1 ഇലക്ട്രോൺ ഇങ്ങോട്ട് വന്നിട്ട് ഇത് എന്തായിട്ട് മാറുന്നു, 2 8 8 ആയിട്ട് മാറുന്നു.
സോ വി ക്യാൻ സേ സോഡിയം വിൽ ബി ഇൻ പോസിറ്റീവ് ചാർജ് അല്ലേ. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന സോഡിയത്തിന് പോസിറ്റീവ് ചാർജ് കിട്ടും, ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ക്ലോറിൻ ഏത് ചാർജും കിട്ടും, നെഗറ്റീവ് ചാർജും കിട്ടും. സോ വി ക്യാൻ സേ ദ അയോണിക് ബോണ്ട് ഇസ് ഓൾസോ നോൺ ആസ് ഇലക്ട്രോവാലന്റ് ബോണ്ട് അല്ലേ. ഹിയർ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ആണ് നടക്കുന്നത് അല്ലേ. കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് നടക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് പറയാം ഇവിടെ എന്താണ്, രണ്ട് അയോണുകളാണ് ഉണ്ടാവുന്നത് അല്ലേ. ഒരു Na+ അയോണും ഒരു Cl- അയോണും, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു കാറ്റിയോണും ഒരു ആനയോണും ഉണ്ടാവുന്നുണ്ട് അല്ലേ. ഈ കാറ്റിയോൺ എപ്പോഴും മെറ്റാലിക് കോമ്പൗണ്ട്സ് നിന്നാണ് ഉണ്ടാവുന്നത്, ആനയോൺസ് എപ്പോഴും എന്താ ഉണ്ടാവുന്നത്, നോൺ മെറ്റാലിക് കോമ്പൗണ്ട്സ് നിന്നാണ് ഉണ്ടാവുന്നത്. പിന്നെ നമുക്ക് പറയാം ഇതിനെന്താണ്, ഒരു ആറ്റത്തിന് എന്താണ് ലോവസ്റ്റ് അയണൈസേഷൻ എനർജിയാണ്, അതേപോലെ മറ്റേ ആറ്റത്തിന് ഹയസ്റ്റ് നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്നാണ്. എന്താ അയണൈസേഷൻ എനർജി എന്ന് വെച്ചാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ ആവശ്യമായ എനർജീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അയണൈസേഷൻ എനർജി. അപ്പോൾ ഒരു ആറ്റത്തിന് എന്ത് സംഭവിക്കും, ലോവസ്റ്റ് അയണൈസേഷൻ എനർജി ഉണ്ടോ, മറ്റേതിന് ഹയസ്റ്റ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉണ്ടോ. ഒന്നിന് വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും, മറ്റേതിന് എന്താണ് സ്വീകരിക്കാനുള്ള ടെൻഡൻസിയും കൂടുതലായിരിക്കും. സോ വി ക്യാൻ സേ ഏതാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി എന്ന് വരുന്നത്, ഏതാണ്, അയോണിക് ലാറ്റിസ് ആണ്. അതായത് ഇവിടെ എന്തായിട്ട് മാറുന്നത്, രണ്ട് അയോൺസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഒരു പോസിറ്റീവ് ചാർജുള്ള അയോണും അതേപോലെ ഒരു നെഗറ്റീവ് ചാർജുള്ള അയോണും ആയിട്ട് എന്താ ചെയ്യുന്നത്, മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്ത് നടക്കുന്നില്ല, ഇലക്ട്രോൺ ഇന്ററാക്ഷൻ ഒന്നും ഇവിടെ നടക്കുന്നില്ല. അതേപോലെ മോളിക്കുലർ ലാറ്റിസ് ആയിട്ട് ഫോം ചെയ്യുന്നില്ല. ഷെയർഡ് ഒരിക്കലും അല്ല, കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ആണ്. ഷെയർഡ് വരുന്നത് എവിടെയാണ്, കോവാലന്റ് ബോണ്ടിങ്ങിലാണ് എന്ത് വരുന്നത്, ഷെയർഡ് വരുന്നത്. അപ്പോൾ അയോണിക് കോമ്പൗണ്ടിന്റെ പ്രത്യേകതയിൽ നമ്മൾ പറയുന്നത് ഹയസ്റ്റ് വാല്യൂ ഓഫ് അയണൈസേഷൻ എനർജിയും, ഒരു ആറ്റത്തിന് ഹയസ്റ്റ് വാല്യൂ ഓഫ് അയണൈസേഷൻ എനർജിയും മറ്റേ ആറ്റത്തിന് ഹയസ്റ്റ് നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി അല്ലേ. ഒന്ന് കൊടുക്കാൻ തയ്യാറാവുകയും വേണം, മറ്റേത് എന്താണ്, അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുകയും വേണം. അങ്ങനെയുള്ള കോമ്പൗണ്ടിലാണ് എന്ത് അങ്ങനെയുള്ള മോളിക്യൂൾസിലാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കോമ്പൗണ്ട്സിലാണ് എന്ത് ഫോം ചെയ്യുന്നത്, അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത് വരുന്നത് കെമിക്കൽ ബോണ്ടിങ് എന്നുള്ള സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കെമിക്കൽ ബോണ്ടിങ്ങിലെ കോവാലന്റ് ബോണ്ടിങ്ങും പിന്നെ അതേപോലെ സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഇതൊക്കെ നന്നായിട്ട് നോക്കി വരും. അതിൽ നോക്കി എന്ത് വരും, ക്വസ്റ്റ്യൻസ് വരും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് റോൾ ഡസ് കാറ്റലിസ്റ്റ് പ്ലേ ഇൻ കെമിക്കൽ റിയാക്ഷൻ? ഒരു കെമിക്കൽ റിയാക്ഷനിൽ കാറ്റലിസ്റ്റിന്റെ റോൾ എന്താണെന്നാ ചോദിച്ചത്. ഫസ്റ്റ് ഓപ്ഷൻ എന്താ, ഇൻക്രീസസ് ദ ആക്ടിവേഷൻ എനർജി, decreases the activation energy, has no effect on the reaction rate, reverses the reaction. എന്താ കാറ്റലിസ്റ്റ് എന്ന് വെച്ചാൽ അല്ലേ, ഉൾപ്രേരകങ്ങൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് നമ്മൾ എന്താ രാസപ്രവർത്തനത്തിൽ ഡയറക്റ്റ് ആയിട്ട് പങ്കെടുക്കുന്നില്ല, ഒരു മാറ്റം അതിനുണ്ടാക്കുന്നില്ല. പക്ഷെ എന്താ സംഭവിക്കാം, രാസപ്രവർത്തനത്തിന്റെ സ്പീഡ് കൂട്ടാനോ കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് രണ്ട് വിധത്തിൽ കാറ്റലിസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യും അല്ലേ, പോസിറ്റീവ് കാറ്റലിസ്റ്റും നെഗറ്റീവ് കാറ്റലിസ്റ്റും. അപ്പോൾ റിയാക്ഷൻ റേറ്റ് കൂട്ടുന്നതിന് നമ്മൾ എന്ത് പറയുന്നു, പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നു. റിയാക്ഷൻ റേറ്റ് കുറയ്ക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നു, നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് വരുന്നു. അപ്പോൾ നമ്മൾ നോക്കൂ, നമ്മളിപ്പോൾ ഒരു റിയാക്ടൻസ് ഒരു പ്രോഡക്റ്റ് ആയിട്ട് മാറി. അപ്പോൾ പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നതിനിടയ്ക്ക് ഇതെന്താണ്, ഒരു സ്റ്റേജിലേക്ക് ആദ്യം പോകുന്നുണ്ട്. അവിടേക്ക് ഫോം ചെയ്യുന്ന ഒരു എനർജീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് അല്ലേ. ആക്ടിവേഷൻ എനർജിയിൽ എത്തിയിട്ട് പിന്നെയാണ് അത് എങ്ങോട്ട് മാറുന്നത്, പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഒരു പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആണെങ്കിൽ അതിന്റെ ആക്ടിവേഷൻ എനർജി എന്തായിരിക്കും, കുറവായിരിക്കും. അത് പെട്ടെന്ന് എന്തായിട്ട് മാറും, പ്രോഡക്റ്റ് ആയിട്ട് മാറും. ഇപ്പൊ നേരെ മറിച്ച് ഒരു നെഗറ്റീവ് കാറ്റലിസ്റ്റ് ആണെങ്കിൽ അതിന്റെ എന്താണ്, ആക്ടിവേഷൻ എനർജി എന്തായിരിക്കും, കൂടുതലായിരിക്കും. പ്രോഡക്റ്റ് ഉണ്ടാകുന്ന സമയം എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പൊ നമുക്ക് പറയാം അതിന്റെ റിയാക്ഷൻ റേറ്റ് എന്താണ്, കുറവാന്ന് പറയാം. അപ്പോൾ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വയം മാറ്റത്തിന് വിധേയമാകാതെ, അതായത് അതിനൊരു മാറ്റം സംഭവിക്കുന്നില്ല, പക്ഷെ അത് എന്താ സംഭവിക്കുക, റിയാക്ഷന്റെ സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ കാറ്റലിസ്റ്റിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പോസിറ്റീവ് കാറ്റലിസ്റ്റും ഉണ്ട്, അതേപോലെ എന്തുണ്ട്, നെഗറ്റീവ് കാറ്റലിസ്റ്റും ഉണ്ട്. ഇപ്പൊ പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് വെച്ചാൽ അതിന്റെ ആക്ടിവേഷൻ എനർജി എന്തായിരിക്കും, കുറവായിരിക്കും അല്ലേ. നേരെ മറിച്ച് നെഗറ്റീവ് കാറ്റലിസ്റ്റ് ആണെങ്കിൽ അതിന്റെ ആക്ടിവേഷൻ എനർജി എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൽ ഓപ്ഷൻ വരിക ഡിക്രീസസ് ദ ആക്ടിവേഷൻ എനർജി. അടുത്ത ക്വസ്റ്റ്യൻ, what is the property of element that decreases from left to right? ഇത് നമ്മൾ പീരിയോഡിക് ട്രെൻഡ്സിൻ, അത് ക്രമാവർത്തന പ്രവണതകളിലെ പീരിയോഡിക് ടേബിളിലെ പീരിയോഡിക് ട്രെൻഡ്സ് ഇൻ പീരിയോഡിക് ടേബിൾ അതിൽ വന്ന ക്വസ്റ്റൻ ആണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, അറ്റോമിക് സൈസ്, അയണൈസേഷൻ എനർജി, ഇലക്ട്രോൺ അഫിനിറ്റി. അപ്പൊ നമ്മളോട് എന്താ ചോദിച്ചത്,
എന്താണ്, അതായത് പീരിയോഡിക് ടേബിളില് ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ എലമെന്റ്സിന്റെ ഏത് വാല്യൂ ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏത് വാല്യൂ ആണ് കുറയുന്നതെന്നാണ് നമ്മൾ ചോദിച്ചത്. അപ്പൊ നോക്കൂ നമുക്ക് പീരിയോഡിക് ടേബിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം, ഇങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് പോകുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? 3 അല്ലേ. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 21. സോഡിയത്തിൻ്റെത് 11, സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 281. പൊട്ടാസ്യം എന്ന് പറയുന്നത് 2881 അല്ലെ. അങ്ങനെ എന്ത് പോകുന്നുണ്ട്, ഇതിന്റെ എന്ത് പോകുന്നുണ്ട്, അറ്റോമിക് നമ്പറും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും പോകുന്നുണ്ട്. അപ്പൊ നോക്കൂ, നമ്മള് ഇപ്പൊ മോളിന് താഴേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ എന്ത് വർദ്ധിക്കുന്നുണ്ട്, ഷെല്ല് വർദ്ധിക്കുന്നുണ്ട് അല്ലെ. ഇത് ഫസ്റ്റ് ഷെല്ല്, സെക്കൻഡ് ഷെൽ, അങ്ങനെ നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസസ്. സോ വി ക്യാൻ സേ നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസസ് അറ്റ് ദ സെയിം ടൈം എന്താണ്, ന്യൂക്ലിയർ ചാർജ് ഓൾസോ ഇൻക്രീസസ്. നമ്പർ ഓഫ് ഷെൽസും ന്യൂക്ലിയർ ചാർജും എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. പക്ഷേ ന്യൂക്ലിയർ ചാർജ് കൂടുന്നതിനെക്കാട്ടും കൂടുതലായിട്ട് ഇഫക്റ്റ് കൊടുക്കുന്ന ഏതാണ്, നമ്പർ ഓഫ് ഷെൽസ് കൂടുന്നതാണ്. സോ വി ക്യാൻ സേ ഫ്രം ദ ടോപ്പ് ടു ബോട്ടം വി ക്യാൻ റൈറ്റ് ദ സൈസ് ഓഫ് ആറ്റം ഇൻക്രീസസ് അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുക, മോളിന് താഴേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക, ആറ്റത്തിന്റെ സൈസ് എന്താ സംഭവിക്കുക, കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. പിന്നെ നമ്മൾ ഇനി അടുത്ത എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എന്താ നമ്മളോട് ഇവിടെ ചോദിച്ചത്, പീരീഡ് ആണ് അല്ലേ. പീരീഡ് എന്താ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ, ഹീലിയം, ഇനി എന്താ ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. നമ്മളൊരു പീരീഡ് എടുത്തു, ഒരു ഫസ്റ്റ് സെക്കൻഡ് പീരീഡ് എടുത്തു. അപ്പൊ അതിലെന്താ നോക്കുക, ലിഥിയം ആവുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും, 2-1 എന്ന് എഴുതും. ബെറിലിയം ആവുമ്പോൾ നമ്മൾ എന്ത് 2-2, ബോറോൺ ആവുമ്പോൾ 2-3, 2-4, 2-5, 2-6, 2-7, 2-8 അല്ലേ. നമ്മൾ ഒരു പീരീഡ് എടുക്കുകയാണെങ്കിൽ അതെന്താ സംഭവിക്കുക, പീരീഡിൽ ഇവിടെ ഷെൽസ് കൂടുന്നുണ്ടോ, ഇല്ല അല്ലേ. ഷെൽസ് കൂടുന്നില്ല, പക്ഷെ എന്ത് സംഭവിക്കുന്നത്, ന്യൂക്ലിയസിന്റെ ചാർജ് വല്ലാണ്ട് കൂടുന്നുണ്ട് അല്ലേ. അപ്പൊ എന്താ സംഭവിക്കുക, ന്യൂക്ലിയസ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് ഇങ്ങനെ അട്രാക്ട് ചെയ്ത് പിടിക്കാം. അപ്പൊ എന്താ സംഭവിക്കുക, ആ ആറ്റത്തിന്റെ സൈസ് എന്താ സംഭവിക്കുക, അവിടെ കുറയാണ് ചെയ്യുക. സോ വി ക്യാൻ സേ ഇവിടെ ഏത് പ്രോപ്പർട്ടിയാണ് കുറഞ്ഞു വരുന്നത്, അറ്റോമിക് സൈസ് ആണ് ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കുക, കുറഞ്ഞു വരിക. അപ്പൊ അതിന്റെ റീസൺ എന്താ വെച്ചാൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ഷെൽസിന്റെ എണ്ണത്തിൽ ഒരു മാറ്റം ഉണ്ടാവുന്നില്ല. ഷെൽസ് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്, പക്ഷെ അതിലുള്ള ചാർജ് എന്ത് സംഭവിക്കുന്നു, കൂടുന്നു. അപ്പോൾ ന്യൂക്ലിയസ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എന്ത് സംഭവിക്കും, അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പിടിച്ച് വലിക്കുക ചെയ്യുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും, ആ ആറ്റത്തിന്റെ വലിപ്പം എന്ത് സംഭവിക്കും, കുറയും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും, പീരീഡില് ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ആറ്റത്തിന്റെ സൈസ് എന്ത് സംഭവിക്കുന്നുണ്ട്, കുറയുന്നുണ്ട്. പിന്നെ ഇവിടെ എന്താ, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രോണിനെ സ്വീകരിക്കാനുള്ള കഴിവ് അല്ലേ. സോ ഇവിടെ ഇലക്ട്രോണിനെ സ്വീകരിക്കാനുള്ള കഴിവ് ഇവർക്ക് കൂടല്ലേ ചെയ്യുന്നത്. 5 3 വാങ്ങുന്നു, 6 2 വാങ്ങുന്നു, 7 1 വാങ്ങുന്നു അല്ലേ. ഇലക്ട്രോണിനെ സ്വീകരിക്കാനുള്ള ടെൻഡൻസി കൂടാണ് ചെയ്യുന്നത്. അയണൈസേഷൻ എനർജി എന്താ, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവ്, സ്വീകരിക്കാനുള്ള ടെൻഡൻസി കൂടുമ്പോൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് അവിടെ എന്താ സംഭവിക്കുന്നത്, കൂടെ തന്നെ ചെയ്യുന്നു. പിന്നെ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് വെച്ചാൽ ഇലക്ട്രോണിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, അതായത് ഇലക്ട്രോണിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ പുറത്തു വിടുന്ന എനർജീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത്. അതൊക്കെ എന്ത് സംഭവിക്കുന്നു, അതൊക്കെ കൂടുകയാണ് ചെയ്യുന്നത്. കുറയുന്നത് ഒരൊറ്റ ഫാക്ടർ മാത്രമേ ഉള്ളൂ, അതേതാണ്, അറ്റോമിക് സൈസ് ആണ്. അപ്പൊ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ചിലപ്പോൾ അടുത്ത എക്സാമിന് ഇപ്പൊ എന്താ സംഭവിച്ചത്, ലെഫ്റ്റ് ടു റൈറ്റിന്റെ പീരിയോഡിക് ടേബിൾ എന്നല്ലേ, ഇന്നെ പീരീഡ് എന്നല്ലേ ചോദിച്ചത്. ഇനി മേ ബി ടോപ്പ് ടു ബോട്ടം ഇന്നെ പീരിയോഡിക് ടേബിൾ എന്നായിരിക്കും ചോദിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, the device used for electrolysis. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിപ്പോയി അല്ലേ. the device used for electrolysis അല്ലെ. നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നോക്കിയാലും വോൾട്ട്മീറ്റർ, വോൾട്ടാമീറ്റർ, പൈറോമീറ്റർ, അമീറ്റർ അല്ലേ. ഇതില് ഒരു ടേം മാത്രമേ നമുക്ക് അറിയാത്തുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് ആ പേരിൽ തന്നെ കിട്ടുന്നുണ്ട് അല്ലേ. വോൾട്ട്മീറ്റർ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൈറോമീറ്റർ അല്ലേ, എന്താ ഹൈ എനർജി ഉള്ള അല്ലെങ്കിൽ ഹീറ്റ് കൂടുതലുള്ള വസ്തുക്കളുടെ മെഷർമെന്റ് അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് പൈറോമീറ്റർ. അമീറ്റർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കറന്റ് മാത്രം മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്, അമീറ്റർ. ഇനിയിപ്പോ ആകെ ഉള്ളത് ഏതാണ്, വോൾട്ടാമീറ്റർ അല്ലേ. വോൾട്ടാമീറ്റർ ആണ് എന്ത്, ഇലക്ട്രോളിസിസ് അല്ലേ. നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ വിഘടനത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇലക്ട്രോളിസിസ് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, വോൾട്ടാമീറ്റർ. എന്താ നമ്മൾ പറയുന്നത്, വോൾട്ടാമീറ്റർ. അതായത് ഡിവൈസ് യൂസ്ഡ് ഫോർ ഇലക്ട്രോളിസിസ് ഇസ് വോൾട്ടാമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
വാട്ട് ഡസ് ബോയിൽസ് ലോ സ്റ്റേറ്റ്? അപ്പൊ നമുക്ക് ഇനി പഠിക്കാനുള്ളത് വാതക നിയമങ്ങളാണ്, ഗ്യാസ് ലോസ് ആണ്. നമുക്ക് 3 ഗ്യാസ് ലോസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ബോയിൽസ് ലോ, സെക്കൻഡ് വൺ ചാൾസ് ലോ, തേർഡ് വൺ അവഗാഡ്രോസ് ലോ. നമുക്ക് 3 ലോസ് ആണ് പഠിക്കാനുള്ളത്. ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ. എന്താ ബോയിൽസ് ലോ എന്ന് പറയുന്നത്? സോ ബോയിൽസ് ലോ സ്റ്റേറ്റ് ദാറ്റ് the volume of a particular solution at a particular temperature is inversely proportional to the pressure occupied by it. So we can say V is proportional to 1 by P. Charles law എന്താ പറയുന്നത്? V is proportional to T. Temperature. Avogadro's law എന്ന് പറയുന്നത് എന്താ? V is proportional to number of moles. ഇതാണ് നമ്മളുടെ 3 ലോ. ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ. അല്ലേ? പിന്നെ നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പഠിക്കുന്നുണ്ട് അല്ലേ? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നത് എന്താ? പി വി സി ഈക്വൽസ് എൻ ആർ ടി. ഏതാ നമ്മൾ ഇക്വേഷൻ? പി വി സി ഈക്വൽസ് എൻ ആർ ടി പഠിക്കുന്നുണ്ട്. അപ്പോൾ ബോയിൽസ് ലോയില് എന്താണ്? വോളിയം എന്ന് പറയുന്നത് പ്രഷറിന് എന്താണ്? വിപരീത അനുപാതത്തിലാണ്. ചാൾസ് ലോ പറയുന്നത് വോളിയം എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. പിന്നെ അവഗാഡ്രോസ് ലോ എന്ന് പറയുന്നത് വോളിയം എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. നമ്മൾ എക്സാമ്പിൾ ഇനി പറയാറുണ്ട് അല്ലേ? ബോയിൽ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അതായത് നമ്മളുടെ എന്താ എക്കോറിയത്തിൽ നിന്നൊക്കെ അടിയിൽ നിന്ന് മുകളിലേക്ക് വരുന്ന ബബിൾസ് മുകളിലെത്തുമ്പോൾ അതിൻ്റെ വലിപ്പം കൂടി അത് പൊട്ടിപ്പോകുന്നു. അത് ഏത് എക്സാമ്പിളാണ്? ബോയിൽസ് ലോന്റെ ഒരു എക്സാമ്പിൾ ആണ് അല്ലേ? അപ്പോൾ മുകളിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക? അതിന് വോളിയം കൂടിയിട്ട് അതെന്താ സംഭവിക്കുക? അതിന് പൊട്ടിപ്പോകാനുള്ള ടെൻഡൻസിയാണ്. അതേപോലെ തന്നെ നമ്മൾ ഊതി വീർപ്പിച്ചൊരു ബലൂണ് നമ്മൾ വെയിലത്ത് കൊണ്ടുവച്ചാൽ അതെന്താണ്? അത് കുറച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. അതേതാണ്? ചാൾസ് ലോ ആണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ബലൂണ് വീർപ്പിക്കുന്നത്, അതായത് ബലൂണ് വീർപ്പിക്കുമ്പോൾ നമ്മളൊരു ബലൂണ് വീർപ്പിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ നടക്കുന്ന പ്രോസസ്സ് തന്നെ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ആണ്, അവഗാഡ്രോസ് ലോ ആണ്. ഈ 3ഉം എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചത് എന്താ? വാട്ട് ഡസ് ബോയിൽസ് ലോ സ്റ്റേറ്റ്? അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ബോയിൽസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്ന എന്താണ്? അപ്പൊ നമുക്ക് ഇവിടെ V is proportional to 1 by P എന്ന് എഴുതി അല്ലേ? നമുക്ക് ഇതിനെ എങ്ങനെ തിരിച്ചെഴുതാം? പി വി is equals a constant എന്ന് എഴുതിക്കൂടെ അല്ലേ? ഇതിപ്പോ 2 പ്രോപ്പർട്ടീസ് ഉള്ള വസ്തുക്കൾ എടുക്കുകയാണെങ്കിൽ വി ക്യാൻ സേ P1 V1 is equals P2 V2. അപ്പൊ ഇതാണ് എന്ത് പറയുന്നത്? നമ്മളുടെ ബോയിൽസ് ലോന്റെ എക്സ്പ്രഷൻ. നമ്മൾ ചാൾസ് ലോ നോക്കുകയാണ്. V is proportional to T അല്ലേ? സോ വി ക്യാൻ റൈറ്റ് V by T is equals a constant അല്ലേ? സോ വി ക്യാൻ റൈറ്റ് V1 by T1 is equals എന്താ? V2 by T2. പിന്നെ അടുത്തതാണ് എന്ത്? നമ്മളുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, ദാറ്റ് ഇസ് പി വി ഇസ് ഈക്വൽസ് എൻ ആർ ടി അല്ലേ? നമ്മൾ നമ്പർ ഓഫ് മോൾസ് അവിടെ വെച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് ഈ ഇക്വേഷന് ഈ 2 ഫാക്ടറും നമ്പർ ഓഫ് മോൾസും ആറും അവിടെ കോൺസ്റ്റന്റ് ആക്കി വെച്ചാൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് as പി വി ബൈ ടി ഇസ് ഈക്വൽസ് എ കോൺസ്റ്റന്റ്. സോ വി ക്യാൻ റൈറ്റ് P1 V1 by T1 is equals എന്തെഴുതാം? P2 V2 by T2. ഓക്കെ, ഇതാണ് എന്ത് പറയുന്നത്? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബോയിൽസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് P1 V1 is equals P2 V2. ഇതാണ് എന്ത് പറയുന്നത്? നമ്മളുടെ ബോയിൽസ് ലോ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റൽ പ്രോപ്പർട്ടി അലൗസ് ഇറ്റ് ടു ബി ഷേപ്ഡ് ഈസിലി? ഏത് മെറ്റൽ പ്രോപ്പർട്ടിയാണ് അതിനെ പെട്ടെന്ന് ഷേപ്പ് ആക്കി മാറ്റാൻ പറ്റുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ്. ഏതൊക്കെയാണ് അവിടെ തന്നെ? കണ്ടക്ടിവിറ്റി ഉണ്ട്, ഡക്റ്റിലിറ്റി ഉണ്ട്, മാലിയബിലിറ്റി ഉണ്ട്, പിന്നെ എന്തുണ്ട്? ഹാർഡ്നെസ് ഉണ്ട് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് അല്ലേ? പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റലിൽ ഫസ്റ്റ് പഠിച്ച പ്രോപ്പർട്ടി എന്താ? മാലിയബിലിറ്റി അല്ലേ? ലോഹങ്ങളെ അടിച്ചു പരത്തി ഷീറ്റുകളാക്കി മാറ്റാൻ പറ്റും. ഇനി നമ്മൾ എന്ത് പറയുന്നത്? മാലിയബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് എന്ത്? ഡക്റ്റിലിറ്റി. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ലോഹങ്ങളെ നമുക്ക് വളരെ നേർത്ത കമ്പികളാക്കി മാറ്റാൻ പറ്റും. പിന്നെന്താ? മെറ്റാലിക് ലസ്റ്റർ അല്ലെ? പുതുതായിട്ട് മുറിച്ച ഒരു ലോഹഭാഗങ്ങൾക്ക് എന്തുണ്ട്? തിളക്കണ്ട്. അതിനാണ് നമ്മൾ പറയുന്നത് മെറ്റാലിക് ലസ്റ്റർ. പിന്നെ എന്താ? ഹാർഡ്നെസ് അല്ലേ? ലോഹങ്ങൾക്ക് എന്തുണ്ട്? നല്ല കട്ടിയെല്ലാം ഉണ്ട് അല്ലേ? ലോഹങ്ങൾ എന്താണ്? ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. അവിടെ കൊടുത്ത ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റി ആണ്, വൈദ്യുതി കടത്തിവിടുന്നു. ഡക്റ്റിലിറ്റി എന്താ? നേർത്ത കമ്പികളാക്കി മാറ്റാൻ പറ്റുന്നു. ഹാർഡ്നെസ് എന്താ? അതിന് ഭാരമുണ്ട്. നമ്മളോട് ചോദിച്ചത് എന്താ? വിച്ച് മെറ്റൽ പ്രോപ്പർട്ടി അലോസ് ഇറ്റ് ടു ബി ഷേപ്ഡ് ഈസിലി? ഏത് വെച്ചിട്ടാണ് നമുക്ക് പെട്ടെന്ന് എന്താ അതിനെ ഷേപ്പ് ആക്കി മാറ്റാൻ പറ്റുന്നത്? അതെന്തുകൊണ്ടാണ്? ഷീറ്റ് അല്ലേ? പെട്ടെന്ന് ഷീറ്റ് അടിച്ചടിച്ച് അതിനെ എന്തായിട്ട് മാറ്റും? പെട്ടെന്ന് അതിന്റെ ഷേപ്പ് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? മാലിയബിലിറ്റി. ഏതാ വരുന്നത്? മാലിയബിലിറ്റി. അപ്പോൾ മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ലോഹങ്ങളെ അടിച്ചു പരത്തി വി ക്യാൻ മേക്ക് ഇറ്റ് ടു ഫൈൻ ഷീറ്റ്സ്, തിൻ ഷീറ്റുകളാക്കി നമുക്ക് മാറ്റാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ,
വാട്ട് ഒക്കേഴ്സ് വെൻ സോളിബിലിറ്റി ലിമിറ്റ് ഇസ് എക്സീഡഡ്. സോളിബിലിറ്റി ലിമിറ്റ് അല്ലേ, അതായത് ലേയത്വം. അതായത് എന്താ സോളിബിലിറ്റി എന്ന് വെച്ചാൽ ഒരു നിശ്ചിത ഗ്രാം സൊല്യൂട്ട് ഒരു സോൾവെന്റിൽ ലയിക്കുന്നതിനുള്ള പെർട്ടിക്കുലർ എമൗണ്ടിനാണ് അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ പ്രോപ്പർട്ടീനാണ് നമ്മൾ എന്ത് പറയുന്നത്, സോളിബിലിറ്റി. അപ്പൊ നമ്മളോട് ചോദിച്ചാൽ എന്താ, വാട്ട് ഒക്കേഴ്സ് വെൻ സോളിബിലിറ്റി ലിമിറ്റ് ഇസ് എക്സീഡഡ്. അപ്പോൾ സോളിബിലിറ്റി ലിമിറ്റ് എക്സീഡഡ് ആയാൽ അവിടെ എന്താ ഉണ്ടാവുക, പ്രസിപ്പിറ്റേഷൻ ആണ് അവിടെ ഫോം ചെയ്യുക അല്ലേ. എന്താണ് അതെന്തായിട്ട് മാറും, പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ട് അവിടെ കിട്ടും അല്ലേ. നമ്മൾക്കറിയാം സൊല്യൂഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സൊല്യൂട്ടും ഉണ്ട് സോൾവെന്റും ഉണ്ട് അല്ലേ. സൊല്യൂട്ട് എപ്പോഴും എന്താണ് ലെസ്സർ ക്വാണ്ടിറ്റി ആയിരിക്കും, സോൾവെന്റ് എന്താ സംഭവിക്കുക, ഹയർ ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ ഈ സൊല്യൂട്ട് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, സൊല്യൂഷൻ കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ചോദിച്ചത് എന്താ, സോളിബിലിറ്റി ലിമിറ്റ് എക്സീഡ്. ആ ലിമിറ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും, പ്രസിപ്പിറ്റേഷൻ ഫോം ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, which process involves the conversion of carbon dioxide into organic compounds. ഇത് കുറച്ചൊരു ബയോളജി റിലേറ്റഡ് ചെയ്തൊരു ടോപ്പിക് ആണ് അല്ലേ. എന്താ, നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ ആൻസർ കിട്ടും. വിച്ച് പ്രോസസ് ഇൻവോൾവ്സ് ദ കൺവേർഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ടു ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡിനെ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആക്കി മാറ്റുന്ന പ്രോസസ് നമ്മൾ പറയുന്ന പേരെന്താ, ഫോട്ടോസിന്തസിസ് അല്ലേ. അതിൽ വേറെ സംശയമൊന്നും വരുന്നില്ല അല്ലേ. ഫോട്ടോസിന്തസിസ് ആണ്. നമുക്കറിയാം ഫോട്ടോസിന്തസിസ് ഇസ് എ പ്രോസസ് ബൈ വിച്ച് plants prepare their own food by using carbon dioxide, water, sunlight, in the presence of chlorophyll on leaf അല്ലേ. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചത്, ദ കൺവേർഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ടു ഓർഗാനിക് കോമ്പൗണ്ട്. ഓർഗാനിക് കോമ്പൗണ്ട് മീൻസ് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട് ആക്കി മാറ്റുന്ന പ്രോസസ് എന്ന് പറയുന്നത് ഏതാണ്, ഫോട്ടോസിന്തസിസ് ആണ്. അടുത്ത റെസ്പിറേഷൻ, ഫെർമെന്റേഷൻ, ട്രാൻസ്പിറേഷൻ. റെസ്പിറേഷൻ അനേറോബിക് റെസ്പിറേഷൻ, എയറോബിക് റെസ്പിറേഷൻ നമ്മൾ പഠിച്ചാണ്. ഫെർമെന്റേഷൻ ഓഫ് ഈസ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്താ, ട്രാൻസ്പിറേഷൻ. ട്രാൻസ്പിറേഷൻ എന്ന് വെച്ചാൽ എന്താ, ലോസ് ഓഫ് വാട്ടർ ഫ്രം ലീവ്സ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്പിറേഷൻ. ഇത് കുറച്ചൊരു ബയോളജി റിലേറ്റഡ് ആയ ഒരു ടോപ്പിക്കാണ്. പക്ഷേ എന്താണ്, ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാവുന്നതുകൊണ്ട് അതിന് നമ്മൾ എന്ത് പറയുന്നു, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പ്രിൻസിപ്പൽ സ്റ്റേറ്റ്സ് ഇലക്ട്രോൺ ഓക്യുപ്പൈ ദ ലോവസ്റ്റ് എനർജി ഓർബിറ്റൽ. ഏത് പ്രിൻസിപ്പിൾ ആണ് പറയുന്നത് ഇലക്ട്രോണിന് ലോവസ്റ്റ് എനർജി. നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക വിന്യാസം എഴുതുമ്പോൾ അല്ലേ, നമ്മളെങ്ങനെ എഴുതുന്നില്ലേ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം, 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d10 അങ്ങനെ നമ്മൾ എഴുതി പോകുന്നുണ്ട് അല്ലേ. നമ്മളതിൽ പഠിച്ചിട്ടുണ്ട് എസ്സിൽ ഉൾക്കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോൺ 2 പിയിൽ ഉൾക്കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോൺ 6 ഡിയിൽ ഉൾക്കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോൺ 10 എഫിൽ ഉൾക്കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോൺ എത്രയാണ്, 14 നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മളോട് പറഞ്ഞ എന്താ, വിച്ച് പ്രിൻസിപ്പൽ സ്റ്റേറ്റ്സ് ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ദ ലോവസ്റ്റ് എനർജി ഓർബിറ്റൽ. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏത് പ്രിൻസിപ്പൾ അനുസരിച്ചിട്ടാണ് ഇലക്ട്രോൺസിനെ നമ്മൾ ലോവസ്റ്റ് എനർജിയിൽ ഓക്യുപ്പൈ ചെയ്യണമെന്ന് പറയുന്നത്. ഏതാണ്, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. എന്താ പറയുന്നത്, no two electrons in the same atom can have a same set of all quantum numbers. അതായത് ഒരിക്കലും ഒരു ഇലക്ട്രോണിനും ഒരേപോലത്തെ ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അല്ലേ. നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് 4 ഉണ്ട്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുട്ടൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ അല്ലേ. അതല്ലേ നമ്മൾ ക്വാണ്ടം നമ്പർ വരുന്നത് അല്ലേ. ഇപ്പൊ നമ്മൾ ക്വാണ്ടം നമ്പർ ഇപ്പൊ 1s ആണെങ്കിൽ അല്ലേ, ഇതിൽ n പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പൽ ഏതാണ്, n ആണ് അല്ലേ. 1s 1 ആണെങ്കിൽ ns equals 1, ls equals 0, പിന്നെ ഏതാ nl ms equals എന്ത് കൊടുക്കുന്നു, 0 കൊടുക്കുന്നു. s കൊടുക്കൽ എന്ത് കൊടുക്കും, +½ കൊടുക്കും അല്ലേ. ഇപ്പൊ നമ്മൾ ഒന്നിന് +½ കൊടുത്താൽ മറ്റേ നമ്മൾ എന്ത് കൊടുക്കണം, -½ കൊടുക്കണം. അതാണ് എന്ത് പറയുന്നത്, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി പറയുന്നത് എന്താ, പെയറിംഗ് ഓഫ് ഇലക്ട്രോൺ in all the orbital in a given subshell will take place only after the orbitals are singly occupied. Singly occupied ചെയ്തിട്ട് മാത്രമേ അത് എന്തായിട്ട് മാറുള്ളൂ, ഡബിൾ ആയിട്ട് മാറുന്നുള്ളൂ അല്ലേ. നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ലേ വരയ്ക്കുന്നത്, നമ്മൾ വരയ്ക്കുമ്പോൾ സിംഗിളി ഓക്യുപ്പൈഡ് ചെയ്ത് മാത്രമേ അതെന്തായിട്ട് പിന്നെ എന്തായിട്ട് മാറുന്നുള്ളൂ, ഡബിൾ ആയിട്ട് നമ്മൾ വരയ്ക്കുന്നുള്ളൂ. ഫസ്റ്റ് അതെന്തായിട്ട് മാറുന്നു, സിംഗിളി ഓക്യുപ്പൈഡ് ചെയ്ത് മാറുന്നു, പിന്നെ മാത്രം അതെന്തായിട്ട് മാറുന്നു, ഡബിൾ ആയിട്ട് മറക്കുന്നു. പിന്നെന്താ, ഹെയ്സൻബർഗ് പ്രിൻസിപ്പിൾ പറയുന്നത് എന്താ, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡിറ്റർമൈൻ സൈമിൾട്ടേനിയസ്ലി ബോത്ത് ദ പൊസിഷൻ ആൻഡ് വെലോസിറ്റി ഓഫ് എ മൈക്രോസ്കോപ്പിക് മൂവിംഗ് പാർട്ടിക്കിൾ സച്ച് ആസ് ഇലക്ട്രോൺ വിത്ത് ആബ്സലൂട്ട് അക്യുറസി. നമുക്ക് ഒരിക്കലും എന്താ പറയുക, അതിൻ്റെ മൊമെൻറ്റും സ്പീഡും ഒരേ സമയം നമുക്ക് സൈമിൾട്ടേനിയസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്കൊരു ഫോർമുല വരുന്നുണ്ട് അല്ലേ, എന്താ അത്, Δx into Δp greater than or equals h/4π. So it is impossible to find out the
both the position and velocity of a microscopic moving particle. Last day വരുന്നത് എന്ത്? Aufbau principle. So Aufbau principle means it is a energy level. നമ്മളുടെ കോണ്ടന്റ് നമ്പേഴ്സിൽ എനർജി ലെവൽസ് സൂക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എനർജി ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഓഫ് പ്രിൻസിപ്പിളിൽ ഇത് ലോവസ്റ്റ് എനർജി, ഹയസ്റ്റ് എനർജി അങ്ങനെ അങ്ങനെ പോയിട്ടാണ് എന്ത് വരുന്നത്? എനർജി ലെവൽസ് ഫോം ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് തിയറി ഡിസ്ക്രൈബ്സ് ഇലക്ട്രോൺ ഷെൽ അറേഞ്ച്മെന്റ്? ഇലക്ട്രോൺ ഷെൽ അറേഞ്ച്മെന്റിന് നമ്മൾ ഉപയോഗിക്കുന്ന തിയറി ഏതാണെന്നാ ചോദിച്ചത്. ഓപ്ഷൻസ് ഏതൊക്കെയാ? അറ്റോമിക് തിയറി, ക്വാണ്ടം തിയറി, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ തിയറി, വാലൻസ് ഷെൽ തിയറി അല്ലേ? അപ്പൊ ഇത് കുറച്ചും കൂടി ഒരു ഈസിയാണ്. ഇലക്ട്രോൺ ഷെൽ തിയറി എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത്? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ തിയറി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അറ്റോമിക് തിയറിയും അതേപോലെ ക്വാണ്ടം തിയറിയും വാലൻസ് ഷെൽ തിയറിയും നമ്മൾ ഓർബിറ്റൽസിന്റെ മോളിക്കുലാർ ഓർബിറ്റൽസും അതേപോലെ അറ്റോമിക് ഓർബിറ്റൽസും ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഇലക്ട്രോൺ ഷെൽ അറേഞ്ച്മെന്റ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ തിയറിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് സ്റ്റീൽ ഈസ് റെസിസ്റ്റന്റ് ടു കൊറോഷൻ? ഇവിടെ 4 തരത്തിലുള്ള സ്റ്റീലുകൾ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റീലിൽ ഏത് സ്റ്റീലാണ് കൊറോഷനെ റെസിസ്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. അതിന് ആൻസർ വരുന്നത് ഏതാ? സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അല്ലേ? നമുക്കറിയാം സ്റ്റീൽ എന്ന് പറയുന്നത് അത് ആരൊക്കെ ഉണ്ടാവും? അതിലുണ്ട് അയണും ഉണ്ടാവും അതേപോലെ കാർബണും ഉണ്ടാവും. ഇതിന്റെ കൂടെ എന്തും വരുന്നുണ്ട്? നിക്കലും അതേപോലെ എന്തും വരുന്നുണ്ട്? ക്രോമിയവും വരുന്നുണ്ട്. വിച്ച് സ്റ്റീൽ ഈസ് റെസിസ്റ്റന്റ് ടു കൊറോഷൻ? ദാറ്റ് ഈസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. അതിൽ അയണും കാർബണും അതിന്റെ കൂടെ എന്തുണ്ട്? നിക്കലും ക്രോമിയം കൂടി ഉണ്ട് കേട്ടോ. ബാക്കിയൊക്കെ സാധാരണ സ്റ്റീലാണ്. കാർബൺ സ്റ്റീൽ, എലോയ് സ്റ്റീൽ, ദെൻ ടൂൾ സ്റ്റീൽ. വാട്ട് ഈസ് ഫിൽട്രേഷൻ? എന്താ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാല് സെപ്പറേഷൻ യൂസിങ് മെംബ്രെയിൻസ് ആണോ? സെപ്പറേഷൻ ബൈ കെമിക്കൽ റിയാക്ഷൻ, സെപ്പറേഷൻ ബൈ ഹീറ്റ്, സെപ്പറേഷൻ ബൈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പൊ നമ്മൾ ഫിൽട്രേഷൻ നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നത് ഏതിന്റെ ബേസിലാണ്? സെപ്പറേഷൻ യൂസിങ് മെംബ്രെയിൻസ്. അതിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫിൽട്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഫിൽട്രേഷൻ ബൈ യൂസിങ് മെംബ്രെയിൻസിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫിൽട്രേഷൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പ്രോസസ് എക്സ്ട്രാക്ട് അലൂമിനിയം ഫ്രം ബോക്സൈറ്റ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അലൂമിനിയം ഫ്രം ബോക്സൈറ്റ്, അലൂമിനിയത്തിന്റെ ഓറാണ് എന്ത് പറയുന്നത്? ബോക്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബോക്സൈറ്റിൽ നിന്ന് അലൂമിനിയം ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഏതാണ്? കാൽസിനേഷൻ ആണോ, സ്മെൽറ്റിംഗ് ആണോ, ഓട്ടോ റിഡക്ഷൻ ആണോ, ഇലക്ട്രോളിസിസ് ആണോ അല്ലേ? അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏത് പ്രോസസ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇലക്ട്രോളിസിസ് ആണ് അല്ലേ? നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്തിട്ടാണ് എന്ത് നിർമ്മിക്കുന്നത്? ബോക്സൈറ്റിൽ നിന്ന് എന്ത് നിർമ്മിക്കുന്നത്? നമ്മളുടെ അലൂമിനിയത്തിനെ നിർമ്മിക്കുന്നത്. ഹോളറൗട്ട് പ്രോസസ്സും അതേപോലെ തന്നെ അലൂമിനിയത്തിന്റെ ഓറായ അലൂമിനിയം വേറൊരു ഓറായ അലൂമിന Al2O3ന്റെ ഇലക്ട്രോളിസിസ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് നിർമ്മിക്കുന്നത്? അലൂമിനിയം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ പ്രോസസ്സിന് മൊത്തം നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഇലക്ട്രോളിസിസ്. അപ്പോൾ പ്രോസസ് എക്സ്ട്രാക്ട് അലൂമിനിയം ഫ്രം ബോക്സൈറ്റ്, ദാറ്റ് ഈസ് ഇലക്ട്രോളിസിസ്. പിന്നെ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? കാൽസിനേഷൻ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് മെറ്റലർജിയിൽ. ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? പിന്നെ ആ കോൺസെൻട്രേറ്റ് ചെയ്ത ഓറിനെ നമ്മൾ ഓക്സൈഡ് ആക്കി മാറ്റുന്നുണ്ട്. ആ ഓക്സൈഡ് ആക്കി മാറ്റുന്ന പ്രോസസ്സിൽ ആബ്സെൻസ് ഓഫ് എയർ ആണ് നമ്മൾ ഏത് പ്രോസസ്സ് എന്ന് പറയുന്നത്? കാൽസിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ സ്മെൽറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഉരുക്കുന്നതാണ്. അതായത് നമുക്ക് കിട്ടിയ ഓറിനെ ഉരുക്കി മാറ്റുന്നതിനാണ് നമ്മൾ സ്മെൽറ്റിംഗ് എന്ന് പറയുന്നത്. ഓട്ടോ റിഡക്ഷൻ എന്ന് പറയുന്നത് സ്വയം തന്നെ അവ എന്ത് സംഭവിക്കുക? റെഡ്യൂസ് ചെയ്യുന്നത്, റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? ഓട്ടോ റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? വിച്ച് പ്രോസസ് എക്സ്ട്രാക്ട് അലൂമിനിയം ഫ്രം ബോക്സൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഇലക്ട്രോളിസിസ് എന്നുള്ള പ്രോസസ്സാണ്. ഇലക്ട്രോളിസിസ് എന്നുള്ള പ്രോസസ്സിലാണ് നമ്മൾ എന്ത് സംഭവിക്കുന്നത്? അലൂമിനിയത്തിനെ ബോക്സൈറ്റിൽ നിന്ന് നമ്മൾ എന്താണ് വേർതിരിക്കുന്നത്. ഇവിടെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ നമ്മൾ ഇതിൽ ഈ എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയത്തിൽ നമ്മൾ എന്ത് ചേർക്കുന്നുണ്ട്? ക്രയോലൈറ്റ് ചേർക്കുന്നുണ്ട്. അത് എന്തിനാന്നുള്ളത് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ക്രയോലൈറ്റ് അതിൽ ചേർക്കുന്നത് അതിൻ്റെ എന്താണ്? മെൽറ്റിംഗ് പോയിന്റ്, ദ്രവണാങ്കം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചേർക്കുന്നത്? ക്രയോലൈറ്റ് ചേർക്കുന്നത്. ആ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിച്ച് കാണാറുണ്ട് ആ ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്തത്, വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ഫ്രാക്ഷനേറ്റിംഗ് കോളം? എന്താണ് ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിന്റെ പേർപ്പസ് എന്ന് പറയുന്നത്? എന്താ? ടു കളക്ട് ഡിസ്റ്റിലേറ്റ്, ടു സെപ്പറേറ്റ് ഫ്രാക്ഷൻസ്, ടു ഹീറ്റ് മിക്സ്ചർ, ടു കണ്ടൻസ് വേപ്പർ. എന്തിനാണ് നമ്മൾ ഫ്രാക്ഷനേറ്റിംഗ് കോളം യൂസ് ചെയ്യുന്നത്? അതായത് ബോയിലിംഗ് പോയിന്റിൽ വ്യത്യാസം കുറവുള്ള, അതായത് ബോയിലിംഗ് പോയിന്റിൽ നേരിയ വ്യത്യാസമുള്ള എലമെന്റ്സിനെ നമ്മൾ അസറ്റോണ്, വാട്ടർ, അതേപോലെ നമ്മൾ എത്തനോള്, മെത്തനോള്, അങ്ങനെ ബോയിലിംഗ് പോയിന്റിൽ വ്യത്യാസം കുറവുള്ള
എലമെന്റ്സിനെ തമ്മിൽ വേർതിരിക്കാനാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ഫ്രാക്ഷനേറ്റിംഗ് കോളം ഉപയോഗിച്ച് നമ്മൾ ഡിസ്റ്റിലേഷൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചത് എന്താ? വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ഫ്രാക്ഷനേറ്റിംഗ് കോളം? അപ്പൊ എന്താ, അതിനെന്തിനാ നമ്മൾ ആ ഫ്രാക്ഷനേറ്റിംഗ് കോളം നമ്മൾ ഉപയോഗിക്കുന്നത്? എന്താ? ടു സെപ്പറേറ്റ് ഫ്രാക്ഷൻസ്, അതായത് നമ്മൾ അതിലുള്ള ഘടകങ്ങളെ വേർതിരിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോളം ഉപയോഗിച്ചിട്ട് നമ്മൾ ആ പ്രോസസ്സ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വോളിയം ഓഫ് 44 gram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ് STP? STPയിലെ 44 gram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ വോളിയം എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ STPയിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് മോൾസ്, നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഒരു ഫോർമുലയുണ്ട്. എന്താ നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഫോർമുല? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ എന്താണ്? മോളിക്കുലാർ മാസ് അല്ലേ? ഇവിടെ ഗിവൺ മാസ് എത്രയാ തന്നത്? 44 ആണ്. എത്ര തന്നത്? 44 ആണ് ഗിവൺ മാസ് തന്നത്. വാട്ട് ഇസ് ദ വോളിയം ഓഫ് 440 gram ആട്ടോ. 440 gram. വാട്ട് ഇസ് ദ വോളിയം ഓഫ് 440 gram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ് STP? അപ്പോൾ ഗിവൺ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 440 gram ആണ്. 440 ആണ്. മോളിക്കുലാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? 44 ആണ്. അപ്പോൾ ഈ 44 ഇത് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 10 കിട്ടി. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് മോൾസ് 10 കിട്ടിയില്ലേ? നമ്മളോട് എത്ര പറഞ്ഞത്? STPയിൽ അതിന്റെ വോളിയാണ് ചോദിച്ചത്. അപ്പൊ STPയിലെ വോളിയം എന്ന് പറയുന്നത് എത്രയാ? 22.4 ലിറ്റർ ആണ്. നമ്മൾ പഠിച്ചതാണ് STPയിലെ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണ്. 1 atmosphere പ്രഷറും 298 കെൽവിനും അതേപോലെ 22.4 ലിറ്ററും ആണ്. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മൾ ഈ നമ്പർ ഓഫ് മോൾസിന്റെ കൂടെ നമ്മൾ ഈ 22 ലിറ്റർ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 224 കിട്ടി. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 224 ലിറ്റർ ആണ്. അപ്പോൾ വാട്ട് ഇസ് ദ വോളിയം ഓഫ് 440 gram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ് STP എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഫോർമുല എന്ന് വെച്ചാൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ആണ്. ഇവിടെ ഗിവൺ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 440 ആണ്. ആ 440നെ നമ്മൾ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 44 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടുന്നു? 10 കിട്ടുന്നു. ആ 10നെ നമ്മൾ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? 22.4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ആൻസർ എത്ര കിട്ടി? 224 കിട്ടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് എ യൂണിറ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ? ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് ഉണ്ടല്ലോ, മൊളാലിറ്റി ഉണ്ട്, മൊളാരിറ്റി ഉണ്ട്, നോർമാലിറ്റി ഉണ്ട്, പെർസെന്റ് കോമ്പോസിഷൻ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഒരു ലായനിയുടെ ഗാഢത കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടേംസ് ആണ് എന്ത് പറയുന്നത്? ഈ പറയുന്ന ടേംസ് ഒക്കെ. അപ്പോൾ എന്താണ് ഒരു കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അളവുകളെയാണ് ഇതെല്ലാം പറയുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് ക്വാണ്ടിറ്റി എന്താ കൊടുത്തത്? മൊളാലിറ്റി അല്ലേ? മൊളാലിറ്റി എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. അതായത് നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടിട്ട് അതിനെ സോൾവെന്റിന്റെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മൊളാലിറ്റി കിട്ടുന്നത്. അടുത്തതാണ് നമ്മുടെ ആൻസർ വരുന്നത് അല്ലേ? എന്താണ്? കോൺസെൻട്രേഷൻ ഈക്വൽ ടു മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അതായത് നമ്പർ ഓഫ് മോൾസിന് നമ്മുടെ വോളിയം ഓഫ് സൊല്യൂഷൻ ഓഫ് ലിറ്ററിൽ കാണുന്ന സൊല്യൂഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നു? മൊളാരിറ്റി കിട്ടുന്നു. ബാക്കി രണ്ടും നമുക്ക് ചെയ്യേണ്ട ക്വാണ്ടിറ്റീസ് ആണ്. ഇതിന്റെ കൂടെ ചെയ്യേണ്ട ക്വാണ്ടിറ്റീസ് ആണ് നോർമാലിറ്റി വരുന്നത്. അടുത്തത് പെർസെന്റ് കോമ്പോസിഷൻ. എത്രത്തോളം ആ പെർസെന്റിൽ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് അടങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ള നമ്മൾ പെർസെൻറ്റേജിൽ കണക്കാക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? പെർസെന്റ് കോമ്പോസിഷൻ. അപ്പൊ ഇതൊക്കെ എന്താ സംഭവിക്കുന്നത്? ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ കണക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അളവുകളെയാണ് എന്ത് പറയുന്നത്? ഈ അളവുകൾ. അതായത് മൊളാലിറ്റി ഉണ്ട്, മൊളാരിറ്റി ഉണ്ട്, നോർമാലിറ്റി ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മളോട് എന്താ ചോദിച്ചത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് എ സൊല്യൂഷൻ. ഇതിന് ആൻസർ വരുന്നത് ഏതാണ്? മൊളാരിറ്റിയാണ്. മൊളാരിറ്റിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് നോൺ മെറ്റൽ ഡസ് നോട്ട് ഫോം അസിഡിക് ഓക്സൈഡ്? നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് നോൺ മെറ്റലാണ് അസിഡിക് ഓക്സൈഡ് ഉണ്ടാക്കാത്തതെന്നാണ് ചോദിച്ചത്. കാർബൺ, നൈട്രജൻ, സൾഫർ, ഓക്സിജൻ. എപ്പോഴും ഈ അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനായിട്ട് ചേരുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്? ഓക്സൈഡായിട്ട് മാറുന്നത് അല്ലേ? ഇവിടെ കാർബൺ ഓക്സിജനായിട്ട് ചേർന്നിട്ട് എന്തുണ്ടാവുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു. നൈട്രജൻ ഓക്സിജനായിട്ട് ചേർന്നിട്ട് നൈട്രജൻ ഡൈ ഓക്സൈഡോ നൈട്രിക് ഓക്സൈഡോ ഉണ്ടാവുന്നു. സൾഫർ ഓക്സിജനായിട്ട് ചേർന്ന് സൾഫർ ഡൈ ഓക്സൈഡോ ട്രൈ ഓക്സൈഡോ ഒക്കെ ആയിട്ട് മാറുന്നു. ഓക്സിജനായിട്ട് ചേരുന്നത് നമ്മൾ അങ്ങനെ ആ ഇക്വേഷൻ, അത് ആ റിയാക്ഷൻ ആയിട്ട് നമ്മൾ അങ്ങനെ പറയാറില്ല. സോ നോൺ മെറ്റൽ ഡസ് നോട്ട് ഫ്രോം അസിഡിക് ഓക്സൈഡ് എന്ന് പറയുന്നത് ഏതാണ് വരുന്നത്? ഓക്സിജൻ ആണ് നമ്മൾക്കിതിൽ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അറ്റോമിക് മോഡൽ ഡിസ്ക്രൈബ്സ് ഇലക്ട്രോൺസ് ഇൻ എനർജി ലെവൽസ്? അല്ലെ, ഇലക്ട്രോണ് എനർജി ലെവൽസിന്റെ ബേസിൽ
ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ആരാന്നാണ് ചോദിച്ചത്. അപ്പം നമ്മൾക്കറിയാലേ ആറ്റത്തിന്റെ സെൻട്രൽ ഭാഗത്ത് ആരുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനുള്ളിൽ ആരുണ്ട്? പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. ന്യൂക്ലിയസിനുള്ളിൽ വിവിധ ഷെല്ലുകളുണ്ട് അല്ലേ. ഈ ഷെല്ലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എനർജി ലെവൽസ് എന്ന് പറയുന്നത് അല്ലേ. ഈ ഷെല്ലുകൾക്ക് നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ ഷെല്ലുകളിലെ ഫസ്റ്റ് ഷെല്ലിന് നമ്മൾ ഏത് പേര് കൊടുത്തു? കെ എന്ന് കൊടുത്തു. രണ്ടാമത്തെ എന്ത് കൊടുത്തു? എൽ എന്ന് കൊടുത്തു. മൂന്നാമത്തേത് എം എന്ന് കൊടുത്തു. നാലാമത്തെ എന്ത് കൊടുത്തു? എൻ എന്ന് കൊടുത്തു അല്ലേ. ഈ ഓരോ ഷെല്ലുകളെയും നമ്മൾ പറയുന്ന പേരാണ് എന്ത്? എനർജി ലെവൽസ് അല്ലേ. അപ്പോ ഇങ്ങനെ ഷെല്ലുകളെ എനർജി ലെവൽസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ആരാണ്? നീൽസ് ബോറിന്റെ ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? നീൽസ് ബോർ. നീൽസ് ബോർ ആണ് ഈ ഓരോ ഷെല്ലുകളെ എന്ത് കൊടുത്തത്? എനർജി ലെവൽസ് എന്നുള്ള പേര് കൊടുത്തത്. സോ വി ക്യാൻ സേ ദിസ് ഇസ് ഫസ്റ്റ് എനർജി ലെവൽ, സെക്കൻഡ് എനർജി ലെവൽ, തേർഡ് എനർജി ലെവൽ, ഫോർത്ത് എനർജി ലെവൽ. അപ്പോൾ ഷെല്ലുകളെ എനർജി ലെവലിന്റെ മോഡൽ അല്ലെങ്കിൽ എനർജി ലെവലിന്റെ ബേസിസിൽ കൊടുത്ത ആളാണ് നീൽസ് ബോർ ആണ്. അടുത്തത് റൂദർഫോർഡ് ആണ്. ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ഉണ്ട്. ഡാൽട്ടൺസ് അറ്റോമിക് തിയറി ഉണ്ട്. പിന്നെ ഡാൽട്ടൺസിന്റെ റൂദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് നമുക്ക് അറിയാവുന്നതാണ്. റൂദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് എന്താണ്? മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ പാസ് ടു ദ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ. അതാണ് ഫസ്റ്റ് റിസൾട്ട് കിട്ടുന്നത്. അപ്പൊ നമുക്ക് പറയാം മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ആൻ ആറ്റം ഇസ് എംപ്റ്റി. അതായത് ആറ്റത്തിലെ ഒരുപാട് ഭാഗങ്ങൾ എന്താണ്? വേക്കന്റ് ആണെന്ന് പറയാം. പിന്നെ എന്താണ്? വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് വേർ റിഫ്ലക്റ്റഡ് ബാക്ക്. അതിന്റെ അർത്ഥം എന്താണ്? ആൽഫ പാർട്ടിക്കിൾക്ക് പോസിറ്റീവ് ചാർജ് തന്നെ അവിടെ എന്തുണ്ട്? പോസിറ്റീവ് ചാർജ് ഉണ്ട്. ആ പോസിറ്റീവ് ചാർജ് കൊണ്ട് ആൽഫ പാർട്ടിക്കിൾ റിഫ്ലക്ട് ചെയ്ത് ഇങ്ങോട്ട് വന്നതാണ് അല്ലേ. വളരെ കുറച്ച് ഭാഗത്ത് മാത്രമേ ആ പോസിറ്റീവ് ചാർജ് എന്തുള്ളൂ? കോൺസെൻട്രേറ്റ് ചെയ്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഡാൽട്ടന്റെ അറ്റോമിക് തിയറിയാണ് പറയുന്നത്. ഡാൽട്ടന്റെ അറ്റോമിക് തിയറി അനുസരിച്ചിട്ട് നമ്മളെ എല്ലാ പ്രോപ്പർട്ടീസും എന്താണ്? ആറ്റംസ് കൊണ്ട് നിർമ്മിതമാണ്. പിന്നെ ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങൾ ഒരേ സ്വഭാവം കാണിക്കുന്നുണ്ട്. വ്യത്യസ്ത മൂലകത്തിന്റെ ആറ്റങ്ങൾ വ്യത്യസ്ത സ്വഭാവം കാണിക്കുന്നുണ്ട്. പിന്നെ എന്താ? ആറ്റത്തിനെ നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ ഒന്നും പറ്റുന്നില്ല. അവസാനം വരുന്നതാണ് എന്ത്? തോംസൺ, ജെ തോംസൺ. അതാണ് പ്ലം പുഡിംഗ് മോഡലൊക്കെ വന്നത് അല്ലേ. പ്ലം പുഡിംഗ് മോഡൽ എന്താ പറയുന്നത്? നമ്മളുടെ ഒരു വാട്ടർമെലൻ മോഡൽ എടുത്തിട്ട് വാട്ടർമെലിന്റെ മുകളിലുള്ള സീഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺസ് ആണ്. ആ റെഡ് എഡിബിൾ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടോൺസ് ആണെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ബാക്കിയുള്ള ഭാഗമാണ് ആ റെഡ് എഡിബിൾ പാർട്ട് എന്ന് പറയുന്നത്. അതാണ് എന്ത് പറയുന്നത്? ജെ തോംസന്റെ മോഡൽ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെയൊന്നും എനർജി ലെവൽസിനെ കുറിച്ചിട്ട് ആരും പറയുന്നില്ല. അത് പറഞ്ഞ സയന്റിസ്റ്റ് എന്ന് പറയുന്ന ആരാണ്? നീൽസ് ബോർ ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ബോണ്ട് പ്രോപ്പർട്ടി എഫക്ട്സ് പൊളാരിറ്റി? അപ്പോൾ പൊളാരിറ്റീനെ എഫക്ട് ചെയ്യുന്ന ബോണ്ട് പ്രോപ്പർട്ടി ഏതാണെന്നാ ചോദിച്ചത് അല്ലേ. ഇതിലെ ആൻസർ കൊടുത്തേക്കുന്നത് ഇലക്ട്രോനെഗറ്റിവിറ്റി ഉണ്ട്, ബോണ്ട് ലെങ്ത് ഉണ്ട്, ബോണ്ട് ആംഗിൾ ഉണ്ട്, ബോണ്ട് ഓർഡർ ഉണ്ട് അല്ലേ. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അതായത് ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒരു ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോൺ വന്ന് ചേരുമ്പോൾ ഉണ്ടാവുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രോണിനെ സ്വീകരിക്കുമ്പോൾ ലഭിക്കുന്ന എനർജി അല്ലെങ്കിൽ ഇലക്ട്രോണിനെ സ്വീകരിക്കുമ്പോൾ ലഭിക്കുന്ന ചാർജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാം പൊളാരിറ്റി എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഒരു പോസിറ്റീവ് ചാർജോ അല്ലെങ്കിൽ എന്തുണ്ടാവും? നെഗറ്റീവ് ചാർജോ ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? വിച്ച് ബോണ്ട് പ്രോപ്പർട്ടി എഫക്ട്സ് പൊളാരിറ്റി എന്ന് പറയുന്നത് ഒബ്വിയസ്ലി അതിന്റെ ആൻസർ ഏതാ വരിക? ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ് അല്ലേ. എന്താ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്? നമ്മൾ രണ്ട് ന്യൂക്ലിയർ കൺസിഡർ ചെയ്താൽ അവ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്? ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആ ന്യൂക്ലിയർക്കിടയിലുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. ബോണ്ട് ഓർഡർ അല്ലേ. ബോണ്ട് ഓർഡർ കാണാൻ നമുക്കൊരു ഫോർമുല ഉണ്ട്. ഹാഫ് ഇൻറ്റു NB മൈനസ് NA എന്നുള്ളതാണ് ബോണ്ട് ഓർഡർ കാണാനുള്ള ഫോർമുല അല്ലേ. അതായത് ബോണ്ടിങ് നമ്പർ ഓഫ് ആറ്റംസും ആന്റി ബോണ്ടിങ് നമ്പർ ഓഫ് ആറ്റംസിന്റെ ഡിഫറൻസിനോട് എന്ത് 2 ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ബോണ്ട് ഓർഡർ കിട്ടുന്നത് അല്ലേ. ബോണ്ട് ഓർഡർ അനുസരിച്ച് നമ്മൾ എന്താണ് നമുക്ക് കിട്ടിയ ന്യൂക്ലിയർ പാരാമാഗ്നറ്റിക് ആണോ ഫെറോമാഗ്നറ്റിക് ആണോ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ അഫക്റ്റ് ചെയ്യുന്ന പൊളാരിറ്റീനെ അഫക്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഏതാണ്? ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ പ്രൈമറി റീസൺ ഫോർ കാർബൺസ് എബിലിറ്റി ടു കാറ്റിനേറ്റ്? നമ്മൾ എപ്പോഴും പഠിക്കുന്ന അല്ലേ നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് എന്താണ്? കാർബണിനെ കുറിച്ചാണ്. കാർബണിന്റെ കാറ്റിനേഷനും കാർബണിന്റെ ടെട്രാവാലൻസും അതേപോലെ കാർബണിന്റെ അലോട്രോപ്പീസും ഒക്കെ നമ്മളവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവരിവിടെ ചോദിച്ചത് എന്താ? വാട്ട് ഇസ് ദ പ്രൈമറി റീസൺസ് ഫോർ കാർബൺസ് എബിലിറ്റി ടു കാറ്റിനേറ്റ്?
എന്താണ് ഈ കാറ്റിനേറ്റ് ചെയ്യാനുള്ള ഒരു റീസൺ എന്നാ ചോദിച്ചത്. അവിടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രോൺ അഫിനിറ്റി കൊടുത്തിട്ടുണ്ട്, ഓർബിറ്റൽ ഹൈബ്രിഡൈസേഷൻ കൊടുത്തിട്ടുണ്ട്, ആറ്റോമിക് റേഡിയസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓർബിറ്റൽ ഹൈബ്രിഡൈസേഷൻ ആണ്. നമുക്കറിയാം കാർബൺ എന്ന് പറയുന്നത് എന്താണ്, കാർബണിന് വിവിധ തരത്തിലുള്ള ബോണ്ടുകൾ ഉണ്ടാക്കും അല്ലേ. sp3 ബോണ്ടുകൾ ഉണ്ടാക്കാം, sp ബോണ്ടുകൾ ഉണ്ടാക്കാം, sp2 ബോണ്ടുകൾ ഉണ്ടാക്കാം അല്ലേ. അതേപോലെ കാർബൺ എന്താ സംഭവിക്കുക, ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ഉണ്ടാവും, ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ഉണ്ട്, അതേപോലെ സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ഉണ്ടാവും. എല്ലാ കോമ്പൗണ്ടും എന്താണ്, സ്റ്റേബിളും ആണ് അല്ലേ. നമുക്കറിയാം ഇപ്പോൾ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ട്, പൈ ബോണ്ട് ഉണ്ട്, സിഗ്മ ബോണ്ട് ഉണ്ട്, എല്ലാ ബോണ്ടുകളും ഉണ്ട്. അപ്പോൾ എന്താണ്, കാർബണിന് എല്ലാവരുമായിട്ട് എന്താണ് അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അതേപോലെ കാർബണിൻ്റെ ബോണ്ടുകളൊക്കെ വളരെയധികം സ്ട്രോങ്ങും ആയിരിക്കും. ഒരുപാട് കോമ്പൗണ്ട് ആയിട്ട് കാർബണിന് എന്താണ് എക്സിസ്റ്റും ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ സേ ഇതുകൊണ്ടാണ് നമ്മൾ കാർബൺ എന്താണ് എബിലിറ്റി ടു കാറ്റിനേറ്റ്, അതായത് ഒരുപാട് ലോങ് ചെയിൻ ആയിട്ടുള്ള കോമ്പൗണ്ട് ആക്കി മാറാൻ കാർബൺ എന്തുണ്ട്, പ്രത്യേകത ഒരു കഴിവുണ്ട്. അപ്പോൾ നമുക്ക് പറയാം കാർബൺ എന്താണ് sp3 കോമ്പൗണ്ട് ഉണ്ടാവും, sp കോമ്പൗണ്ട് ഉണ്ടാവും, അതേപോലെ sp2 കോമ്പൗണ്ട് ഉണ്ടാവും. അതായത് അൺസാച്ചുറേറ്റഡും സാച്ചുറേറ്റഡും എല്ലാ മേഖലകളിലും തിളങ്ങി നിൽക്കാൻ ആർക്ക് പറ്റുന്നുണ്ട്, കാർബണിന് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാർബണിന്റെ കാറ്റിനേഷൻ എബിലിറ്റി എന്നുള്ളത് നമ്മൾ എപ്പോഴും സ്ട്രെസ് ചെയ്ത് പറയുന്നത്. അടുത്തത്, വാട്ട് ഇസ് ദ മിനിമം എനർജി ഫോർ ഇലക്ട്രോൺ റിമൂവൽ? എന്താണ് മിനിമം എനർജി ഫോർ ഇലക്ട്രോൺ റിമൂവൽ? നമ്മൾ ഫസ്റ്റ് തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ് അല്ലേ. അറ്റോമിക് റേഡിയസ്, ഇലക്ട്രോൺ അഫിനിറ്റി, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഒക്കെ പറയുന്നതാണ്. അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ ഉള്ള ഒരു ആറ്റത്തിനുള്ള കഴിവിനെ അല്ലെങ്കിൽ ആ എനർജീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അയണൈസേഷൻ എനർജി. സോ അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ അതെന്താ ചിലപ്പോൾ വീക്ക്ലി ബൗണ്ടഡ് ആയിരിക്കുക, ദുർബലമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുക, അതിനെ വിട്ടുകൊടുക്കാൻ ആവശ്യമായ എനർജീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അയണൈസേഷൻ എനർജി. അതെന്താണ്, ഒരു മിനിമം എനർജിയാണ്. സോ വി ക്യാൻ സേ ദ ആൻസർ വിൽ ബി അയണൈസേഷൻ എനർജി. അടുത്ത ക്വസ്റ്റ്യൻ, what type of solution has particles from 1 to 1000 നാനോമീറ്റർ ഇൻ ഡയമീറ്റർ അല്ലേ. നമ്മൾ സൊല്യൂഷനിൽ 3 തരം സൊല്യൂഷനെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫസ്റ്റത്തത് സൊല്യൂഷനാണ് അല്ലെ, സൊല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിൽ. രണ്ടാമത്തത് കൊളോയിഡ് ആണ്, മൂന്നാമത്തെ എന്താണ്, സസ്പെൻഷൻ ആണ്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചത്, പാർട്ടിക്കിൾസിന്റെ ഡയമീറ്റർ ആണ് നമ്മളോട് ചോദിച്ചത് അല്ലേ. പാർട്ടിക്കിൾസിന്റെ സൈസിന്റെ ഡയമീറ്റർ ആണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ഇതിന്റെ ആൻസർ എവിടെ വരുന്നത്, കൊളോയിഡലാണ്. ഏതാ വരുന്നത്, കൊളോയിഡലാണ്. എന്താ ഈ ട്രൂ സൊല്യൂഷനും കൊളോയിഡും സസ്പെൻഷൻ എന്ന് വെച്ചാൽ, ട്രൂ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പഞ്ചസാര വെള്ളം അല്ലേ, സോൾട്ട് വാട്ടർ അല്ലെങ്കിൽ ഷുഗർ വാട്ടർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ട്രൂ സൊല്യൂഷനാണ്. അതിലെ കണികകളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഇല്ല. അതിൽ കൂടെ പ്രകാശം, അതായത് അതിൽ കൂടെ ലൈറ്റ് ബീം നമുക്ക് കടത്തിവിട്ടാൽ ലൈറ്റ് ബീമും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അതിലെ കണികളുടെ വലിപ്പം എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ് അല്ലേ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രൂ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കണികളുടെ വലിപ്പം കുറച്ചും കൂടി ഉള്ളതാണ് നമ്മൾ എന്ത് പറയുന്നത്, കൊളോയിഡ് എന്ന് പറയുന്നത് അല്ലേ. അതിലെ റേഞ്ച് എന്ന് പറയുന്നത് 1 to 1000 നാനോമീറ്റർ ആണ്. 1 to 1000 നാനോമീറ്റർ ആണ്. ഈ 1000 നാനോമീറ്ററിന് മുകളിലുള്ള നമ്മൾ പറയുന്ന പേരാണ് എന്ത്, സസ്പെൻഷൻ. 1000 നാനോമീറ്ററിൽ മുകളിലുള്ള ടേമാണ് എന്ത് കൊടുക്കുന്നത്, 1000 സസ്പെൻഷന് കൊടുക്കുന്നത്. നമ്മൾ ചെളിവെള്ളം എന്നൊക്കെ പറയുന്ന ഒരു സസ്പെൻഷൻ എക്സാമ്പിൾ ആണ് അല്ലേ. ആ സസ്പെൻഷനിൽ എന്താ നമ്മൾ പറയുന്നത്, നമുക്ക് ആ കണികളെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും, നമ്മൾ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് അതിനെ അരിച്ചെടുക്കാൻ പറ്റും. പിന്നെ അതുകൂടെ പ്രകാശബീം കടത്തിവിട്ടാൽ ആ പ്രകാശത്തിന്റെ പാത്ത് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഇവിടെ എന്താ ചോദിച്ചത്, കൊളോയിഡൽ പാർട്ടിക്കിൾ ആണ്. പാർട്ടിക്കിളിന്റെ സൈസ് 1 to 1000 വരുന്ന ഏതാണ്, നമ്മളുടെ കൊളോയിഡൽ പാർട്ടിക്കിൾ ആണ്. ആ 1000ന്റെ അതായത് 0.012 നാനോമീറ്റർ ടു 1 വരെയുള്ളതാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രൂ സൊല്യൂഷന്റെ പാർട്ടിക്കിൾ സൈസ്. അപ്പൊ അത്രത്തോളം വളരെ കുറഞ്ഞ എന്താ പറയാ, വളരെ മൈന്യൂട്ട് പാർട്ടിക്കിളാണ് എവിടെ ഉള്ളത്, ട്രൂ സൊല്യൂഷനിലുണ്ട്. അതുകൊണ്ടാണ് ആ മൈന്യൂട്ട് പാർട്ടിക്കിളെ നമുക്ക് എന്ത് കാണാൻ പറ്റാത്തത്, നേക്കഡ് ആയി വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റാത്തത്. എമൾഷൻ എന്ന് പറയുന്നത് നമ്മൾ കൊളോയിഡിൽ വരുന്ന ഒരു എക്സാമ്പിളാണ്. പാല് എന്നൊക്കെ പറയുന്നത് ഒരു എമൾഷൻ, അതിൽ വരുന്ന ഒരു എക്സാമ്പിളാണ് എമൾഷൻ ആയിട്ട് കൊടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ pH ഓഫ് എ സ്ട്രോങ് ആസിഡ്? ഒരു സ്ട്രോങ് ആസിഡിന്റെ pH എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ pH സ്കെയിൽ നമുക്കറിയാം അല്ലേ. ഒരു pH സ്കെയിൽ എവിടെ തൊട്ട് എവിടെ വരെ വാല്യൂ ഉള്ളത്, 0 തൊട്ടിട്ട് 14 വരെ വാല്യൂ ഉണ്ട് അല്ലേ. ഇല്ല, നടുക്കത്തെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 7 ആണ്. 7 എന്ന് പറയുന്നത് എന്താ, pH ഓഫ് വാട്ടർ.
ഈ 7ൽ കുറവുള്ള ആൾക്കാരെ നമ്മൾ എന്ത് പറയുന്നത് ആസിഡ് എന്ന് പറയുന്നത്, 7ൽ കൂടുതലുള്ള ആൾക്കാരെ നമ്മൾ എന്ത് പറയുന്നത് ആൽക്കലി എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമ്മളോട് ചോദിച്ചാൽ എന്താ, വാട്ട് ഇസ് ദ pH ഓഫ് എ സ്ട്രോങ് ആസിഡ് അല്ലേ. അപ്പോൾ ഇവിടുന്ന് വരുന്ന, അതായത് ഇവിടുന്ന് തൊട്ട് ഇങ്ങോട്ടുള്ളതൊക്കെ എന്തായിരിക്കും, സ്ട്രോങ് ആസിഡ് ആയിരിക്കും. അപ്പോൾ pH ഓഫ് എ സ്ട്രോങ് ആസിഡ് എന്ന് പറയുന്നത് ഏതാണ്, 0 to 1 ആണ് അല്ലേ. 0 to 1 എന്ന് പറയുന്നതാണ് ഇവിടെ എന്ത് വരുന്നത്, സ്ട്രോങ് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ pH ഓഫ് എ സ്ട്രോങ് ആസിഡ് ഇറ്റ് വിൽ ബി 0 to 1 ആണ്. Hydrochloric acid react with the metals to form salts and hydrogen gas. This type of reaction is called. ആ റിയാക്ഷൻ നമ്മൾ പറയുന്ന പേരെന്താണ്, എന്താണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഏതെങ്കിലും മെറ്റലായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് കിട്ടുന്നുണ്ട്, ഒരു സോൾട്ടും ഹൈഡ്രജൻ ഗ്യാസും കിട്ടുന്നുണ്ട്. ആ റിയാക്ഷൻ നമ്മൾ പറയുന്ന പേരാണ്. അപ്പോൾ എന്താണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലേ. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഏതെങ്കിലും ഒരു മെറ്റലായിട്ട് റിയാക്ട് ചെയ്യും, സോഡിയമായിട്ട് റിയാക്ട് ചെയ്തു വിചാരിക്കൂ. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് സോഡിയമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് വരുന്നു, NaCl. ഇവിടെ നമ്മൾ ഇക്വേഷൻ ബാലൻസ് ചെയ്താൽ NaCl + H2 കിട്ടുന്നുണ്ട് അല്ലേ. എന്താ ഇവിടെ പറഞ്ഞത്, ഹൈഡ്രോക്ലോറിക് ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽ ടു ഫോം സോൾട്ട് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. ഇതാണ് ഇവിടുത്തെ സോൾട്ട് എന്ന് പറയുന്നത്. മറ്റേതാണ് എന്ത് പറയുന്നത്, ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയുന്നത്. നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. റിയാക്ടിവിറ്റി സീരീസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എന്താണ്, അതായത് ഹൈഡ്രജന് മുകളിലുള്ള എലമെന്റ്സ് എന്താ സംഭവിക്കുന്നത്, റിയാക്ടിവിറ്റി കൂടുതലാണ്. ഒരുപക്ഷെ അതായത് നമ്മളെ താഴെയുള്ള എലമെന്റ്സിനെക്കാട്ടും റിയാക്ടിവിറ്റി കൂടുതലാണ് ഇത് മുകളിലുള്ള എലമെന്റ്സിനുള്ളത്. അപ്പോൾ മുകളിലുള്ള എലമെന്റ്സ് ഹൈഡ്രോക്ലോറിക് ആസിഡൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഈ എലമെന്റ് ഈ ഹൈഡ്രജൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേസ് ചെയ്യുന്നു അല്ലേ. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ്, അല്ലോ വി ക്യാൻ ടെൽ ഇറ്റ് ആസ് ദിസ് വിൽ ബി സിംഗിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. സിന്തസിസ് എന്ന് വെച്ചാൽ എന്താ, നമ്മളെ കഷ്ണങ്ങളാക്കി സിന്തസിസ് ചെയ്ത് മാറ്റുന്നത്. ഡീകമ്പോസിഷൻ എന്ന് വെച്ചാൽ നമുക്ക് പറയാം അല്ലേ, CaCO3. CaCO3നെ ഡീകമ്പോസ് ചെയ്തിട്ട് എന്തുണ്ടാവും, CaOയും CO2. അതൊരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വാട്ടറിലൂടെ വൈദ്യുതി കടത്തി വിട്ടാൽ വാട്ടറിനെ എന്താക്കി മാറ്റും, ഹൈഡ്രജനും ഓക്സിജനാക്കി നമുക്ക് മാറ്റാൻ പറ്റും. അവസാനമാണ് ഇത് കമ്പഷൻ. കമ്പഷൻ എന്ന് വെച്ചാൽ എന്താ, ഏതെങ്കിലും ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനെ നമ്മൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുക്കളെ നമ്മൾ കമ്പഷൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് നമ്മൾ ബേസ്ഡ് ഓൺ റിയാക്ടിവിറ്റി സീരീസ് അല്ലേ. റിയാക്ടിവിറ്റി സീരീസിൽ മുകളിലുള്ള എലമെന്റ്സ്, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഹൈഡ്രജനെ എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേസ് ചെയ്യുന്നു. ആ റിയാക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഇവിടെ നമ്മളുടെ ഓപ്ഷനിൽ വന്ന ഏതാണ്, സിംഗിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഓക്കെ, ഇതുവരെയാണ് നമ്മളുടെ കേട്ടിട്ട് ജൂൺ 2025 ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ എക്സാമിന് വരണമെന്നില്ല, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾക്ക് എന്ത് വരിക, എക്സാമിന് വരിക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസും ഇതിനെ റിലേറ്റ് ചെയ്ത ഫാക്ടേഴ്സും കറക്റ്റായിട്ട് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അടുത്ത കേട്ടിട്ടിൽ നമുക്ക് എന്തായാലും നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ട് കേട്ടിട്ട് പാസ്സാവാൻ പറ്റും. ഓക്കെ, താങ്ക് യു.